ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പുതിയത് ട്രൈ ചെയ്യണത് കല്യാണത്തിന് ശേഷം മെയിനായിട്ട് കുട്ടികളൊക്കെ അതിന് ശേഷം നമ്മൾ ട്രൈ ചെയ്യണത് അവർക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാനാണല്ലോ. ഇന്ന് ഞാനും ഒരു വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഉണ്ടാക്കി ശീലമായ കാര്യമാണ്. ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകാണ്ട്, ഒരു എഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ തെച്ചൂട്ടിയാണെങ്കിൽ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അല്ലുക്കുഞ്ഞിനാണെങ്കിൽ ആകപ്പാട് ഇഷ്ടം ചോറ് മാത്രം, അത് പച്ചച്ചോറ് മാത്രമാണെങ്കിൽ അങ്ങനെയും കഴിച്ചുള്ളൂ, ഒരു കുഴപ്പമില്ല, വേറെ ഒന്നും കൊടുക്കാണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ തെച്ചൂട്ടിക്ക് ചോറ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് വല്ലതും ഉള്ളിലോട്ട് പൊക്കോളെന്ന് ഓർത്തു കേട്ടോ. പിന്നെ ഇത് നമുക്കിന്ന് ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുന്തിരി മറ്റേ പേരക്കൊക്കെ വാങ്ങിച്ചു. പിന്നെ ഈ ഒരു പൊരിക്കുന്ന സാധനം വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് വൈകിട്ട് കൊടുക്കുന്നത് പഴം പുഴുങ്ങിയതാണ് കേട്ടോ. കഴിഞ്ഞ കുറേ നാളുകളൊക്കെ ആയിട്ട് ഞാൻ പഴം പുഴുങ്ങുന്നത് നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ പാത്രത്തിലാണ് കേട്ടോ. അങ്ങനെ അത് കണ്ട് കുറേ കമൻസ് ഒക്കെ കണ്ടായിരുന്നു, ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കുക്കറിൽ വെച്ച് പെട്ടെന്ന് ആവുമെന്ന് കേട്ടു കേട്ടോ. അങ്ങനെ അതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിൽ അമ്മയും കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തവണ പഴം പുഴുങ്ങുന്നത് കുക്കറിലാകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കുവാണ്. അങ്ങനെ ഒരുപാടൊന്നും പച്ചക്കറി ആഡ് ചെയ്യുന്നില്ല, കാര്യം അത് കണ്ടാലും അല്ല കുഞ്ഞ് ഓടിക്കളയും. അവിടെ കുറച്ച് ക്യാരറ്റ്, അവൻ ആകപ്പാടെ ഇഷ്ടം പച്ചക്കറികളിൽ ക്യാരറ്റാണ്. ക്യാരറ്റും പിന്നെ ബീൻസും കുറച്ച് സവാള ഇടുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും അങ്ങനെ ഇടുന്നത് എത്ര ഇടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ ഇത് ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ, നമ്മുടെ ഷാൻ ജിയോ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അത് കണ്ടിട്ട് അതുപോലാണ് വെക്കണത്. അതുപോലെ ഒരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല കേട്ടോ, കറക്റ്റ് അതുപോലെ തന്നെയാണ് വെക്കണത്. അതുകൊണ്ട് റെസിപ്പി എൻ്റെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ, ആ ഒരു ചേട്ടൻ്റെ റെസിപ്പിയാണ്. അങ്ങനത്തെ എണ്ണയൊക്കെ ഇത് ചൂടായി വന്നപ്പോൾ പച്ചക്കറിയൊക്കെ ഇട്ടു. അതിന് മുന്നേ തന്നെ നമ്മുടെ ബസുമതി റൈസ് ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്, അത് നമ്മൾ വേവിച്ച് മാറ്റി വെക്കുമല്ലോ. പിന്നെ ഇതേ പച്ചക്കറിയൊക്കെ ഇട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ എന്തൊരു ബ്ലാക്ക് സോസ് ഇല്ല, ആ സോസും പിന്നെ ടൊമാറ്റോ സോസും ഒക്കെ, സോയ സോസ്, അതും ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട ആദ്യം തന്നെ ചിക്കി മാറ്റിയായിരുന്നു. മുട്ട പിന്നെ അല്ലുക്കുഞ്ഞിന് ഇഷ്ടമാണ്, അതുകൊണ്ട് മുട്ട കണ്ടു കഴിഞ്ഞാലെങ്കിലും കഴിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ സോസാണ് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ട് അവർ കഴിച്ചോട്ടെ നിർത്തും. പക്ഷേ സോസ് അങ്ങനെ കുട്ടികൾക്ക് ഒത്തിരി കൊടുക്കണം നല്ലതല്ലേ. പിന്നെ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ടു. പിന്നെ ഞാൻ ലാസ്റ്റാണ് നമ്മുടെ റൈസ് ഇട്ടേക്കണത്. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അയ്യോ പച്ചക്കറികൾ തീരെ കുറഞ്ഞു പോയല്ലോ. 4 പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ട്, പക്ഷേ ഇട്ടേക്കുന്ന വെജിറ്റബിൾസ് തീരെ കുറഞ്ഞു പോയി. പക്ഷേ കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം അല്ലേ, ഇത്രയെങ്കിലും ആയതിൻ്റെ ഭാഗ്യം തോർത്തിക്കൊണ്ട്. അപ്പോൾ ഇത്ര ആയപ്പോൾ ഏട്ടേ പറഞ്ഞു, എന്തെങ്കിലും കറി ഇല്ലാണ്ട് നമുക്ക് കഴിക്കേണ്ട, എന്തെങ്കിലും കറിയും കൂടെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടയെ പോയിട്ട് നേരെ ചില്ലി ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ട്. അപ്പോൾ ആ സമയം കൂടി ഞാൻ അവിടെയൊക്കെ ഫുൾ ക്ലീൻ ചെയ്തു. ഇങ്ങനെ കണ്ടാലാണ് എനിക്ക് സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ ഗൈസ്. അങ്ങനെ കറിയും കിട്ടി. അങ്ങനെ കറിയും നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ ആയിട്ടൊരു പിടി പിടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തെച്ചൂട്ടി നോക്കി നിൽക്കണം. അപ്പോൾ കുറച്ച് സോസൊക്കെ ഒഴിച്ച് അവൾക്ക് ആദ്യം വരെ കൊടുത്തു വിട്ടു. വാരി കൊടുക്കേണ്ട, ഞാൻ തന്നെ വാരി കഴിച്ചോളൂ, നമ്മൾ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ അല്ലുക്കുഞ്ഞ് വാരി കൊടുക്കുന്നത്. അവിടെ പിന്നെ വാരി കൊടുത്താൽ മാത്രം ഉള്ളിട്ട് വല്ലതും പോവുള്ളൂ. അല്ലുക്കുഞ്ഞ് പിന്നെ ഓക്കെ പറഞ്ഞു, ഡബിൾ ഓക്കെ പറഞ്ഞു, അവൻ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ സ്കൂളിൽ തന്നു വിടണ്ടെന്ന് പറഞ്ഞു. അതെന്താ കാര്യം മനസ്സിലായില്ല. അവനാണെങ്കിൽ എപ്പോഴും ഫുഡ് കഴിക്കാൻ കുറച്ച് താമസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാക്കി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും കുഞ്ഞുങ്ങളും കഴിച്ചു, നമ്മളും കഴിച്ചു, അമ്മച്ചിക്ക് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിലുള്ള എന്ത് കുഞ്ഞു വീഡിയോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ.